എല്ലാവർക്കും നമസ്കാരം. ലതാജി അമ്മയുടെ അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുട്ടിനുള്ള നാടൻ പുട്ടിനുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്കായിട്ട് ചുവന്ന അരി, മട്ട അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ചോറ് വയ്ക്കണ അരി രാത്രി ആവശ്യത്തിനുള്ള അരി വെള്ളത്തിലിട്ടിട്ട് രാവിലെ അത് അരച്ചിട്ട് പൊടിക്കണം. മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. ആ പൊടി നമ്മൾ പുട്ടിൻ്റെ തരിയായിട്ടുള്ള പൊടി കുറച്ച് റവയൊക്കെ അരിക്കണ അരിപ്പയിൽ അരിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അത് പിന്നെ ഈർപ്പുള്ള കാരണം കൊണ്ട് കുറേശ്ശെ വെള്ളം തെളിക്കാൻ പാടുള്ളൂ. നേരിയ തോതിൽ വെള്ളം തെളിക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക, ഒരു നുള്ളി ജീരകം, 2 ചുവന്നുള്ളി ചതച്ചതും കൂടി ഇട്ടിട്ട് പൊടി നന്നായി തിരുമ്പി നനച്ചെടുക്കുക. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ അങ്ങനെ പൊടി ഉലർത്തിയെടുക്കണം. ഒരു പുട്ട് പൊടിച്ച് എങ്ങനെ ഇരിക്കും അതുപോലെയാണ് ഈ പൊടി നനച്ചെടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് നാളികേരം ചിരകിയിട്ട് കുറ്റിയിൽ നാളികേരം ഇടുക, പുട്ടിൻ്റെ പൊടി ഇടുക, അങ്ങനെ കുറ്റി നിറച്ച് വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക, അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ മറ്റുള്ളവർക്ക്, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടി വാങ്ങി ഉപയോഗിക്കുക, അല്ലെങ്കിൽ മില്ലിൽ പൊടിച്ച പൊടിയൊക്കെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു നൈസ് പൊടിയായിരിക്കും മില്ലിലൊക്കെ പൊടിപ്പിച്ചതാകുമ്പോൾ. പിന്നെ ഇടിപ്പിക്കാൻ പറ്റിയ മെഷീനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിൽ ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ചതാവണം. അപ്പോൾ അത് ആ പുട്ട് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റായിട്ടുള്ള പുട്ടാണ്, നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വെറുതെ കഴിക്കാം. കറിയും വേറെ ഒന്നുമില്ലെങ്കിലും ഇത് പുട്ട് മാത്രമായാലും കഴിക്കാൻ പറ്റും. ഞാൻ അതിലേക്ക് ഉണക്കപ്പയർ കറി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചാറുകറിയായിട്ട്, ഉള്ളിമുളക് മൂപ്പിച്ച ചാറുകറിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നല്ല ടേസ്റ്റാണ്. രാവിലെ കഴിക്കാൻ പറ്റിയൊരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, മണിപ്പയറും പുട്ടും കൂടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ.